ഇപ്പൊ എനിക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൽത്തറയും കലുങ്കും ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ആൾക്കാർ. ഇവിടെ വെച്ചൊരെണ്ണം നടത്തണമെന്ന് പറഞ്ഞു. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. അപ്പൊ ആദ്യത്തെ ചോദ്യം, അതിനുള്ള ഉത്തരം നിങ്ങൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എടുത്ത് ചോദിച്ചിട്ട് എന്താണ് സുരേഷ് ഗോപി MP-ക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് ചോദിച്ചിട്ട് എനിക്ക് പേപ്പർ അയക്കാൻ പറ. ഓക്കെ, ഉത്തരവ് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് ആവശ്യം അപേക്ഷ അയപ്പിക്കണം. അയപ്പിച്ചാലേ കലിങ്കിങ് എടുക്കുക എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വരാവൂ. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ, നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക, ഇഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റും. വാഴയും വെച്ചാ മതിയായിരുന്നു. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. സാറേ, ഇവരൊക്കെ പറയാണ് നിങ്ങൾ ഇനിയും സിനിമയെന്ന് പുറത്തിറങ്ങിയിട്ടില്ല, അതാണ് നിങ്ങളെ മെയിൻ പ്രോബ്ലം. എന്തിന് സിനിമയെന്നിറങ്ങണം? എന്തിന് സിനിമയെന്നിറങ്ങാൻ സൗകര്യമില്ല. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. 3 ടേമായിട്ടുള്ളവര് സാധിച്ചു കൊടുത്തില്ല എന്നാ പറഞ്ഞത്. 1 ടേം ഞങ്ങൾക്ക് തന്നെ. അപ്പോ രാഷ്ട്രീയം, ഇതിനകത്തൊന്നും രാഷ്ട്രീയം കാണാതിരുന്നാ മതി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.